ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് സമൂഹത്തിലേക്ക്, ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. എന്ത്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നതിന്റെ സാക്ഷി അല്ലാഹു തന്നെയാണ്. പടച്ചോനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ട്രോള് തുടങ്ങിയത്. ഓക്കെ, പോട്ടെ. അപ്പോ ഇതെല്ലാം അയച്ചു. എന്നിട്ട് അവർക്ക് അല്ലാഹു അവർക്ക് നൽകിയ കൽപ്പന ഇതായിരുന്നു: എല്ലാ സമുദായത്തിലേക്കും ഞാൻ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിരാശ്രയനാണെന്നാണ് ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാറുള്ളത് കേട്ടോ. അല്ലാഹു സ്വമദ്. പ്രവാചകരെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഏകനാണ്, ഞാൻ നിരാശ്രയനാണ്, എനിക്കൊരു തെണ്ടിയുടെയും ആശ്രയമില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല, കാരണം ഞാൻ സ്വാശ്രയനാണ്. ഓക്കെ, അപ്പോ അള്ളാഹു സ്വമദാണ്, അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സകലതും ചരാചരങ്ങളൊക്കെ അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതും. എന്നിട്ടും അള്ളാഹു പറഞ്ഞു, എല്ലാ സമുദായത്തിലേക്കും ഞാൻ ഓരോ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനാണ്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ദൈവേതര ശക്തികളെ വെടിയണം എന്ന നിർദ്ദേശവും അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ഒന്നൊന്ന് പറയായിട്ട് മറന്നുപോയി. അപ്പൊ ഓരോ പ്രവാചകന്മാരോടും അല്ലാഹു വാഗ്ദത്തം നൽകി, അല്ലാഹു ഇവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. അല്ലാഹു വിധിച്ചു അവരോട്, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അള്ളാഹു പറഞ്ഞത് കൊണ്ട് മാത്രം നന്മ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു പറഞ്ഞില്ലെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ കാലുകൊണ്ട് കിണ്ടി വെളിയിൽ എറിഞ്ഞേനെ. അപ്പോ അങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതന്മാർക്കിടയിൽ അള്ളാഹു വിവേചനം കൽപ്പിക്കുകയേയില്ല. അങ്ങനെ നോക്കുമ്പോ ഈസാ നബിയോട് മുഹമ്മദ് നബി അല്ലേ കൂടുതൽ അടുത്തവർ? അങ്ങനെയാണല്ലോ നബിയുടെ തള്ള്. അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ യേശു നിന്ന എന്ന ഒന്നില്ലേ? മുഹമ്മദ് നബി നിന്ദിച്ചാൽ നബി നിന്ന എന്ന് പറയും. ഇസ്ലാം മതത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നബി നിന്ന, മത നിന്ന, അങ്ങനെയൊക്കെയുള്ള ഓമന പേരുകൾ പറയും. അപ്പൊ ഇതെന്താ? യേശു നിന്ന ഇല്ലേ? ഈസാ നിന്ന ഇല്ലേ? മുഹമ്മദ് നിന്നയുണ്ട്. മുഹമ്മദ് നബിയെ എന്തെങ്കിലും നിന്ദിച്ചു പോയാൽ നിന്ദിക്കുകയല്ല, ഉള്ള കാര്യം പറഞ്ഞാൽ തന്നെ അത് നിന്നയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ക്രിസ്തു നിന്ന കാണുമായിരിക്കും അല്ലേ? നോക്കാം, നമുക്ക് നോക്കി പോകാം. വരട്ടെ. കേരളത്തിൽ കലാപശ്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം പ്രഭാഷകനെതിരെ യുവമോർച്ച പരാതി നൽകി. യേശുക്രിസ്തുവിനെ അമ്മ മറിയം പിഴച്ചു പെറ്റതാണെന്ന് ആക്ഷേപിച്ച പരസ്യ പ്രസംഗം നടത്തിയതാണ് കാരണം. നമസ്കാരം. ഈ കഴിഞ്ഞ 15-ാം തീയതി കണ്ണൂർ ജില്ലയിലെ മണിക്കടവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത്, അവിടെ ഒരു ഇടവക പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ പള്ളി പ്രസംഗത്തിൽ ആ ദിവ്യബലി അർപ്പിച്ച ഫാദർ ആന്റണി തറയക്കടവിൽ എന്ന വൈദികൻ, അദ്ദേഹം ഓൺലൈൻ കുർബാനയിലൂടെ തൻ്റെ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ സൗദി അറേബ്യയിലെ മുസ്ലിങ്ങളുടെ വളർച്ചയെക്കുറിച്ചും യഹൂദ മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും തളർച്ചയെക്കുറിച്ചും ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ കൂട്ടത്തിൽ അദ്ദേഹം ഹലാൽ ഭക്ഷണം മുസ്ലിം ഇതര മതവിഭാഗം കഴിക്കരുത് എന്നൊരു പരാമർശം കൂടി നടത്തിയിരുന്നു. തുടർന്ന് ഈ വൈദികന്റെ പ്രഭാഷണം മുസ്ലിം ഗ്രൂപ്പുകളിൽ അന്യായ ചർച്ചയാവുകയും വൻതോതിൽ അച്ഛനെ ചീത്ത വിളിക്കുകയും ചെയ്തു. അതിനുശേഷം കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ഗ്രൂപ്പുകൾ ഈ വൈദികനെതിരെ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുണ്ടായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വൈദികനെതിരെ ഉളിക്കൽ CI കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. വൈദികൻ ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രത്തോളം വിഷയങ്ങൾ ഒരു പ്രഭാഷണത്തിലൂടെ ഒരു സമൂഹത്തിലെ തന്നെ ഒരു ആഭ്യന്തര വിഷയമായി മാറിയപ്പോൾ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് 2021 ഡിസംബർ ക്രിസ്മസിനോടനുബന്ധിച്ച് വസീം അൽ ഹിക്കാമി എന്ന മുസ്ലിം മൗലവി, ഒരു പ്രഭാഷകൻ, അദ്ദേഹം നടത്തിയ വിവാദ പരാമർശമാണ്. യേശുക്രിസ്തു പിഴച്ചുപറ്റവനാണ്, യേശുക്രിസ്തു ഒരു വേശ്യയുടെ മകനാണ് എന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിയെ, യേശുക്രിസ്തുവിനെ വളരെ അപമാനകരമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പൂർണ്ണ പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാണ് നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂടുണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആവാസവും ഒക്കെ നടക്കുന്നത്.
ക്രിസ്ത്യാനികളാരും പൊതുവെ ദൈവത്തെ ചീത്ത വിളിച്ചാൽ പ്രതികാരം ചെയ്യാൻ പോവുകയോ കേസ് കൊടുക്കാൻ പോവുകയോ അല്ല. അങ്ങനെ ഒരു പതിവ് ക്രിസ്ത്യാനികൾക്കില്ല. പക്ഷേ 2010 തൊടുപുഴയിൽ നുമാൻസ് കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിന്റെ കൈവെട്ടോടു കൂടിയാണ് മതനിന്ദയ്ക്കുള്ള പ്രതികാരം, താലിബാൻ മോഡൽ പ്രതികാരം ഇന്ത്യയിലും ആരംഭിക്കുന്നത്. എന്നിട്ടും ക്രിസ്ത്യൻ പുരോഹിതർക്കെതിരെ നിരവധി തവണ കേസുകൾ രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഒരു കേസ് പോലും മുസ്ലിം പണ്ഡിതർക്കെതിരെ കൊടുക്കുവാൻ ആരും തയ്യാറായിട്ടില്ല. കാരണം ജോസഫ് മാഷിന്റെ അനുഭവം തന്നെ. ഒരാൾ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് തലയോ കയ്യോ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ ഈ വിഭാഗത്തിന്, അത് മാത്രമേ ഞങ്ങൾക്കും വേണ്ടൂ. ഓരോ മുസ്ലിം പ്രഭാഷകരും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പാടുള്ള രൂപത്തിലുള്ള പ്രഭാഷണങ്ങളാണോ പറയുന്നത്? മലർത്തി കിടത്തിയോ ഇരുത്തി കിടത്തിയോ ആട്ടിച്ചു പല്ലു കുഴിക്കണ്ട ഇവന്റെയൊക്കെ. മുഹമ്മദ് നബിക്ക് ഇഷ്ടമുള്ള 3 കളികളുണ്ട്. ഞാൻ വല്ലതാണെങ്കിൽ ചെരുപ്പൂരി മോന്ത ഇട്ടിച്ച് പറിച്ചാലേ ഇവന്റെയൊക്കെ. ഇവനെയൊക്കെ വാഴ്ത്തി കൊണ്ട് നടക്കുക. അത് മാത്രമോ, നമ്മുടെ വീടുകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ പോക്കാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്തു ചെയ്യണം? 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയെന്ന് പറയുന്നവനെ ഒന്നും ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ലാത്തതാണ് ശരിക്കും അലിയാർ കാസിമി. ഇവർക്കൊക്കെ എന്തും പറയാം, ഒരു പ്രശ്നവുമില്ല. മറ്റദ്ദേഹം പറഞ്ഞത് യേശു പിഴച്ചു പറ്റ സന്തതിയാണെന്ന്. ആദ്യം മുഹമ്മദ് നബിക്ക് ഒരു സന്തയെ കൊണ്ടുവരണ്ടേ? യേശു ആണെങ്കിലും മുഹമ്മദ് ആണെങ്കിലും നമുക്കൊരുപോലെയല്ലേ. എന്റെ ദാസന്മാർക്കിടയിൽ ഞാൻ വിവേചനം കൽപ്പിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിയുടെ തന്തയും തള്ളയെ അന്വേഷിക്കേണ്ടതിന് പകരം യേശുവിന്റെ തന്തയും തള്ളെ പോട്ടെ, നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. കുന്നിൻ ചെരുവിലെ നട്ടു നനയ്ക്കാത്ത ഈത്തപ്പനെന്നൊക്കെ നമ്മുടെ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമുക്ക് തൽക്കാലം അതിനൊരു തന്തയെ അത്യാവശ്യമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് അവരന്റെ കണ്ണിലെ കോലെടുക്കാൻ പോകാം. നമ്മുടെ കണ്ണിലെ കരട് അവിടെ കിടക്കട്ടെ നൈസായിട്ട്. പക്ഷേ ഡിസംബർ മാസത്തിൽ യേശുക്രിസ്തുവിനെ വളരെ വൃത്തികെട്ട രീതിയിൽ അവഹേളിച്ചുകൊണ്ട് പരാമർശം നടത്തിയ വസീം അൽ ഹിക്കാമി എന്ന മുസ്ലിം പ്രഭാഷകനെതിരെ ഇപ്പോൾ പരാതിയുമായി DGPയെ സമീപിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു യുവാവ്. അദ്ദേഹത്തിന്റെ പേര് അരുൺ തോമസ് മതിലകത്തെന്നാണ്. അദ്ദേഹം യുവമോർച്ച കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷനാണ്. എന്താണ് താങ്കൾ ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി അദ്ദേഹത്തിനെതിരെ കൊടുക്കാനുള്ള കാരണം? മതനിന്ദ ആരോപിച്ച് ഒരു അധ്യാപകന്റെ കൈവെട്ടിയ നാടാണ് കേരളം. ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും ഇത്തരത്തിലുള്ള വർഗീയ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുന്നവരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യ തറയക്കടവിലച്ചന് നേരെ ഉണ്ടായ സൈബർ ആക്രമണവും അതോടനുബന്ധിച്ചുള്ള പോലീസിന്റെ കേസും ഒക്കെ നമ്മുടെ മതേതര കേരളം കണ്ടതാണ്. നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം വായിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. വസീം അൽ ഹിക്കാമി എന്ന് പറയുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ, അദ്ദേഹം വളരെ വൈകൃതമായ രീതിയിൽ ക്രിസ്ത്യാനിറ്റിയെ അപമാനിച്ചുകൊണ്ടും യേശുക്രിസ്തുവിന്റെ ജനനത്തെ വരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും ഒരു പ്രഭാഷണം നടത്തുന്നത് കാണാൻ സാധിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വളരെയധികം മാനസിക. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. വിമർശനങ്ങളോടൊന്നും ഞാൻ എതിരെ നിൽക്കുന്ന ആളല്ല, കാരണം ഞാനും വിമർശിക്കുന്ന ആളാണ്. അതുകൊണ്ട് യേശു വിമർശനങ്ങൾക്ക് അതീതമാണ്, മുഹമ്മദ് വിമർശനങ്ങൾക്ക് അതീതനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അങ്ങനെ പറയുമ്പോഴേക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി കൊടുക്കുക എന്നുള്ളതല്ല ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇത്തരത്തിലുള്ളൊരു പരാതിയുമായി ക്രിസ്ത്യാനികളാരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്നാൽ ഇത്തരം താലിബാൻ മോഡലിൽ മറ്റ് മതങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് മതങ്ങളെ താറടിച്ച് കാണിച്ചുകൊണ്ടും മതപുരോഹിതന്മാരെ അവഹേളിച്ചുകൊണ്ടും അവർക്കെതിരെ കേസെടുത്തുകൊണ്ടും എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് അതൊരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആണ്. മില്യൺ വേണ്ട അല്ലേ, $1 ബില്യൺ ക്വസ്റ്റ്യൻ ആണ് അത്. എത്ര കാലം വിമർശകരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടും ഉന്മൂലനം ചെയ്തുകൊണ്ടും അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇല്ലാ കഥകൾ പടച്ചു കെട്ടിയും അവർക്കെതിരെ കേസിന് പോയും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും കൊല വിളിച്ചും തെറി വിളിച്ചും തന്തയ്ക്ക് വിളിച്ചും അനാവശ്യമായിട്ടുള്ള കമന്റുകൾ എഴുതിയും മോർഫ് ചെയ്തുമൊക്കെ എത്ര കാലം ഈ മതത്തെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും? അതാണ് ചോദ്യം. ഇപ്പോ താലിബാൻ മോഡൽ ഇവരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദർശന അല്ലെ, ആ കോളേജിൽ നടന്ന ഡിഗ്രിക്കാര് തമ്മിൽ നടന്ന ഒരു പ്രശ്നമാണ്. ഉടനെ തന്നെ ഒരു സുഡാപ്പിക്ക് കുരു പൊട്ടി, ആയുധം അരയിൽ ഉണ്ടായിരുന്നു, വലിച്ചൂരി പിടിച്ച പിടി കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. അങ്ങനെ പരിശീലനം കിട്ടിയ ഒരു വ്യക്തിക്ക് എന്നിട്ട് ആ ചെറിയ പയ്യന്റെ നേരെ അടുക്കുകയാണ് ഓടി ഈ കത്തിയുമായി. SDPIക്കാര് ഈ കേരളത്തെ താലിബാനാക്കാനും കലാപഭൂമിയാക്കാനും ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും എതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ മതേതര മലയാളി കൂട്ടങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്?
അപ്പോഴും ഇപ്പൊ കണ്ടില്ലേ മീഡിയ വൺ. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയേണ്ടവർ അറിയേണ്ട സമയത്ത് കൃത്യമായി അറിയുന്നുണ്ട്. പണി കിട്ടേണ്ടുന്ന സമയത്ത് കിട്ടുകയും ചെയ്യും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതെല്ലാം നൽകുന്നത്. നന്ദി.